ഹായ്, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ പ്ലസ് വൺ സ്ട്രീമുകൾ ഏതൊക്കെ എന്ന ടോപ്പിക്കിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ കേരളത്തിൽ ഏത് സ്ട്രീം എടുത്തു കഴിഞ്ഞാലും നമുക്ക് പ്രധാനമായും 6 വിഷയങ്ങൾ പഠിക്കണം. അതിൽ 2 ലാംഗ്വേജ് ആണ്. ഒന്നാമത്തത് ഇംഗ്ലീഷ് ആണ്, അത് കമ്പൽസറി ആണ്, അത് നമ്മൾ എല്ലാവരും പഠിക്കണം. ഇനി രണ്ടാമത്തത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അത് ഓപ്ഷണൽ ആണ്. നമുക്ക് മലയാളമോ ഹിന്ദിയോ അല്ലെങ്കിൽ സംസ്കൃതമോ അല്ലെങ്കിൽ മറ്റേത് ഭാഷയും നമുക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ട്. അതാണ് രണ്ടാമത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, സെക്കൻഡ് ലാംഗ്വേജ്. ഇനി ഇത് കൂടാതെ 4 സബ്ജക്ട് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് സയൻസ് എന്ന ഒരു ടോപ്പിക്കാണ്. സയൻസിൽ പ്രധാനമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് കമ്പൽസറി ആണ്. ഈ സയൻസിന്റെ ഏത് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പൽസറി ആണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഇനി 4ാമത്തെ സബ്ജക്ട് നമുക്ക് ഒന്നുകിൽ ബയോളജി എടുക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എടുക്കാം, ഇല്ലെങ്കിൽ ഇനി മറ്റേതെങ്കിലും സബ്ജക്ട്. പല ഓപ്ഷൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സ്ട്രീമിന്റെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഓരോ സ്ട്രീമിലും 6 സബ്ജക്ട് പഠിക്കണം. 2 ലാംഗ്വേജും 4 സബ്ജക്റ്റും ആണ്. അതിൽ 3 കമ്പൽസറി ആണ്, 1 ഓപ്ഷൻ ആണ്. അതാണ് നമ്മുടെ കേരളത്തിലെ പ്ലസ് വൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് സയൻസിന്റെ ആണ്. തുടർന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ കൊമേഴ്സിന്റെയും ഹ്യൂമാനിറ്റീസിന്റെയും അതുപോലെ വൊക്കേഷണൽ സബ്ജക്റ്റുകളും നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.